ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ വീഡിയോയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഒരു ലൈക്ക് കൊടുത്തേക്ക് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെട്ടു എന്നത് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്പിലേക്കായിട്ട് പോവാം. പിന്നെ ഈ ടിപ്സ് മാത്രമല്ല കേട്ടോ, അതായത് ഒത്തിരി ടിപ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ മറ്റുള്ള വീഡിയോസുകളൊക്കെ കൂടി പോയി കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ അതിലും കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പോസിറ്റീവോ നെഗറ്റീവോ എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പടവളങ്ങ വെച്ചിട്ട്, നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ പടവളങ്ങ വാങ്ങാറുണ്ടല്ലേ. അപ്പോൾ പടവളങ്ങ തൊലി കളയാൻ വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട്, കാരണം തൊലി നമ്മൾ കത്തി കൊണ്ടല്ലേ ഇങ്ങനെ ചീകിയിടുന്നത്. പക്ഷേ ഇത് വെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും കൂടി, കാരണം ഇത് മെഡിസിൻ്റെ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രിപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കുട്ടികൾ പോലും നമ്മളോടൊപ്പം ചെയ്തു തരും. അപ്പോൾ അവർക്കും ഒരു രസമായിരിക്കും ഇങ്ങനെ. പിന്നെ കൈ മുറിയുമെന്ന ഒരു പേടിയും വേണ്ടല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചീകിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ, ചില പച്ചക്കറികൾ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തൊക്കെ നമ്മൾ ചിലപ്പോൾ കത്തി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ചീകി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ചീകി തരുന്നത് ഞാനല്ല കേട്ടോ ചെയ്യുന്നത്, അനുക്കുട്ടിയാണ്. അനുക്കുട്ടി നല്ല അടിപൊളിയായിട്ട് ചീകി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പടവളങ്ങ ഇനി എപ്പോൾ നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ചാലും ഇതുപോലെ തന്നെ ചെയ്ത് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിപ്പോൾ അരിഞ്ഞിട്ട് കഴുകി എടുക്കുകയോ അല്ലെങ്കിൽ കഴുകിയിട്ട് അരിയോ അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അവിയൽ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചയ്ക്ക നമ്മൾ പല ടിപ്സുകളായിട്ട് കാണിച്ചിട്ടുണ്ട്, പച്ചക്ക കറ പാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം. പച്ചക്ക അരിയുന്നതിന് മുന്നേ ആയിട്ട് തന്നെ വെള്ളം എടുത്ത് വെക്കണം. നമ്മൾ പച്ചക്ക എന്ന് പറയുന്നത് ഇത് ശരിക്കും ഏത്തക്കായാണ്, പച്ച ഏത്തക്ക. അപ്പോൾ ദേ ഒരു കുഞ്ഞ് സ്പൂണിന് ഒരല്പം ഉപ്പിട്ടിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ട് സൈഡ് മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഫ്രണ്ടും ബാക്കും മാത്രം ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തോലൊന്നും കളയണ്ട കേട്ടോ. തോല് ഭയങ്കര സ്വാദുള്ളതും ഗുണമുള്ളതുമാണ്. അപ്പോൾ ഒരിക്കലും അവിയലൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ ആരും തോലൊന്നും എടുത്ത് കളയരുത്. ഇത് ഇങ്ങനെ മുറിച്ച് ഇതിനകത്ത് ഇട്ടേക്കുക. 2-3 കഷ്ണമായിട്ട് നമ്മളിത് ഇങ്ങനെ ഏത് വലിപ്പത്തിലാണോ നമ്മൾ അവിയലിന് എടുക്കുന്ന ആ പരുവത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ, ഉപ്പിട്ട ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുവാണെങ്കിൽ കറയൊന്നും പാകാതെ നല്ല പ്യൂർ വൈറ്റ് കളറിൽ തന്നെ ഇരുന്നോളൂ. അപ്പോൾ അതിൻ്റെ കറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ഈ ഏത്തക്കയുടെ മാത്രമല്ല, നമ്മുടെ പൊന്തങ്കായ എടുക്കത്തില്ലേ, കറിക്കായ അതുപോലെ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഒരു കാരണവശാലും ഇതിനെ കളറായിട്ട് ഇങ്ങനെ കറുത്ത കളറ് പോലെ വരും, അതിൻ്റെ കളറ് പാകുന്ന ഒരു രീതി ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോയാലോ. അപ്പോൾ മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത്, ഈ സാധനം നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും അല്ലേ, കാച്ചിൽ. അപ്പോൾ കാച്ചിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കാച്ചിലെന്ന് പറയുന്ന സാധനം നമുക്കൊരു എത്ര വർഷം വേണമെങ്കിലും നമ്മുടെ വീട്ടിലിങ്ങനെ മുറിച്ച് വെക്കുവാണെങ്കിൽ വർഷങ്ങളോളം ഇതിൻ്റെ ഒരു തല ഭാഗം മുറിച്ച് വെക്കണം. നമുക്ക് ഓരോരോ വർഷങ്ങളിലായിട്ട് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഈ വർഷം ഇടുന്നതിൻ്റെ തല മുറിക്കാൻ അടുത്ത വർഷത്തേക്കാവും. അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ വർഷങ്ങളോളം കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു സാധനമാണ് കാച്ചിൽ. അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ മുറിച്ച് മാറ്റി കേട്ടോ. അപ്പോൾ ഈ ഭാഗം നമ്മൾ എടുക്കാൻ പോവാണ്. ഇനി ഇതിനെ നല്ല അടിപൊളിയായിട്ട് ചെത്തിയാൽ നമുക്ക് എത്ര വർഷം, ഇപ്പോൾ 1-2 വർഷമൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് എന്താണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തൊലി എല്ലായിടവും ചെത്തിയെടുക്കണം. നല്ല നാടൻ കാച്ചിലാണ് കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇത് മുറിച്ച് ഇതിൻ്റെ തോലൊക്കെ നന്നായിട്ട് ഇങ്ങനെ കളയണം. ആദ്യം കഴുകൊന്നും വേണ്ട കേട്ടോ. ആദ്യം കഴുകാതെ തന്നെ നമുക്കിതിൻ്റെ തോലൊക്കെ ഇങ്ങനെ ചീകി എടുക്കണം. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് വേവിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഒരു കടിക്കണ പോലെ കരികരിപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് തൊലിയൊന്ന് നല്ല രീതിയിൽ ചെത്തിയെടുക്കുക. ഇങ്ങനെയാണ് തൊലി ചെത്തി കളയേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരല്പം ചിലപ്പോൾ അതിൻ്റെ ദശ പോലെ പോകും കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എടുക്കുക. ഇത് ഭയങ്കര ഗുണമുള്ള സാധനമാണ്. പിന്നെ ഇത് പലതരത്തിലെ കളറിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വൈറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, വയലറ്റ് കളറൊക്കെ ഉണ്ട് കേട്ടോ. വയലറ്റ് കളറൊക്കെ കുറച്ചുകൂടി നമുക്ക് ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ ഇച്ചിരി ഉള്ളി മുളകൊക്കെ ചതച്ച് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കഴിക്കാൻ, വെറുതെ ആണെങ്കിലും കഴിക്കാൻ പറ്റും.
അപ്പോൾ നമ്മൾ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്കിത് ശേഖരിച്ച്, കാരണം ഇത് എല്ലാ മാസവും നമുക്കിപ്പോൾ കടകളിൽ നിന്നും ചിലപ്പോൾ കിട്ടത്തില്ല, അല്ലെങ്കിൽ നാട്ടിലും വീടുകളിലും ഉണ്ടാവത്തില്ല. അപ്പോൾ ഉണ്ടാവണ സമയത്ത് നമ്മളിത് എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് മാസങ്ങളോ ഒരു വർഷത്തെ അടുത്തൊരു വർഷത്തേക്കൊക്കെ ഉപയോഗിക്കാം. കൂടുതലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മുറിക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇതും നമ്മൾ പച്ചക്കയൊക്കെ പോലെ തന്നെ കേട്ടോ, ചെറിയൊരു കളർ വ്യത്യാസം വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരെ മുറിച്ചിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ സൈഡിലുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അത് ക്ലീനാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമുക്ക്. അപ്പോൾ ആ വെള്ളത്തിൽ അങ്ങനെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 പ്രാവശ്യം ക്ലീനാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി പ്രാവശ്യം ഇത് ക്ലീനാക്കിയാൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പാത്രത്തിൽ ഈ കഷ്ണമായിട്ട് ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് 2-3 പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് കഴുകിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ഡപ്പയിൽ ഇട്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 1-2 വർഷം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നോളൂ. ആവശ്യത്തിന് എടുക്കുക, ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് വേവിച്ചെടുക്കുമോ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ബജി ഉണ്ടാക്കുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ടിപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം ഇങ്ങനെ നമ്മൾ കുറച്ച് പ്രാവശ്യം കഴുകിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കഴിയതിന് ശേഷം ഒരു ഡപ്പയിലിട്ടോ അല്ല കവറിലിട്ടോ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ കാച്ചിൽ കിട്ടുന്നവർ ഷുവറായിട്ട്, കാച്ചിൽ മാത്രമൊന്നല്ല കേട്ടോ, കപ്പയായാലും നമുക്ക് ഇതുപോലെ തന്നെ ശേഖരിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ട് ഇതൊക്കെ ചെയ്യുക. അതുപോലെ പുറത്തോട്ടൊക്കെ പോകുന്നവർക്കാണ് നമുക്ക് ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുത്തു വിടുവാണെങ്കിൽ അവർക്ക് അവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ ആവശ്യത്തിന് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കണ്ടോ, ഇതിൻ്റെ വെള്ളത്തിന് ചെറിയൊരു കളർ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഈളാപ്പ് പോയി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല പ്യുവർ വൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് സ്റ്റോർ ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റോർ ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ വേവിക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോയാലോ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ മാങ്ങ. ഇങ്ങനെ നമ്മൾ നല്ല പച്ച മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടങ്ങ് അരിയണം. ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്കൊരു രീതിയിൽ വയ്ക്കുവാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. ഇതിൽ ഓയിലും ഇല്ല, എന്നാൽ നമ്മുടെ ഗ്യാസൊന്നും കത്തിച്ച് നമുക്ക് സമയവും കളയണ്ട. അപ്പം മാങ്ങ ഇങ്ങനെ അരിഞ്ഞ് നന്നായി കഴുകി വെച്ചതിനകത്ത് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടണം. അപ്പോൾ എന്നിട്ട് നമുക്കിതിനെന്ത് ചെയ്യാം, നന്നായിട്ട് തിരുമിയെടുക്കണം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കായാണ് കേട്ടോ. അപ്പോൾ കായത്തിൻ്റെ പൊടിയാണ്. കായ കട്ടയായാലും ഒന്ന് മൂപ്പിച്ചിട്ട് അത് പൊടി തരിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പൊടി തന്നെയായിട്ട് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മാങ്ങയുടെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് തിരുമി കൊടുക്കണം കേട്ടോ. അപ്പോൾ വേറെ ഒരു സാധനം ഇതിനകത്ത് ചേർക്കേണ്ട, വെള്ളവും വേറെ ഒന്നും ചേർക്കരുത്. നന്നായിട്ട് മുളക് പൊടിയും പിന്നെ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കായപ്പൊടിയും ചേർന്നതിന് നല്ലതുപോലെ തിരുമി എല്ലാ ഭാഗത്തേക്കും. അപ്പോൾ അതിൻ്റെ ഒരു ജലാംശം ഉണ്ടാവുമല്ലോ, അങ്ങനെ തിരുമി വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാങ്ങാച്ചാർ. നമുക്കിത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.